ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ഗഫൂറുൻ റഹീമുൻ. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും ആകുന്നു. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അള്ളാഹു ലഫ്ദുൽ ജലാല ഇസ്മു ഇന്ന മൻസൂബുൻ അല്ലേ. ഇന്നൻ്റെ ഇസ്മു മൻസൂബല്ലേ. ഗഫൂറുൻ എന്നുള്ളത് ഖബറു ഇന്ന മർഫൂഉൻ. ഗഫൂറുൻ എന്നതിൻ്റെ നഅത്താണ് റഹീമുൻ എന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് ശരി. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് തന്നെ ഹിസാബ് നോക്കുന്നവനാണ്, കണക്ക് നോക്കുന്നവനാണ്. ലി ഹിസാബിനാണ് അല്ലേ, അല്ലല്ല അൽഫ്ലാമാണ്. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അല്ലാഹ എന്നുള്ളത് ഇസ്മു ഇന്ന, സരീഉ ഖബറു ഇന്ന മർഫൂഉൻ വഹുവ മുലാഫ്, അൽ ഹിസാബി മുലാഫിൻ ഇലൈഹി. വേഗത്തിൽ മുലാഫിൻ ഇലൈഹിയാണ് കേട്ടോ. അടുത്ത നോക്കിയേ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീറുൻ. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇവിടെ ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അല്ലാഹ ലഫ്ദുൽ ജലാല ഇസ്മു അന്ന. അലാ കുല്ലി എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ. കുല്ലി മുലാഫുൻ ഷൈഇൻ മുലാഫിൻ ഇലൈഹി. ഖദീറുൻ എന്നതാണ് ഏത്? ഖബറു ഇന്ന. ഖബറു ഇന്ന മർഫൂ ആയിരിക്കണമല്ലോ. മർഫൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം നോക്കിയേ, ഇസ്മു ഇന്നയും ഇസ്മു അല്ല ഖബറും ഇസ്മും കൂടി മാത്രം വെച്ച് നോക്കി. ഇന്നല്ലാഹ ഖദീറുൻ. തീർച്ചയായും അള്ളാഹു കഴിവുള്ളവനാണ്. മറ്റേത് എക്സ്ട്രാ വന്നതാണല്ലോ അലാ കുല്ലി. കേട്ടോ, അർത്ഥം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞ് മാറും. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബുൻ. തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം അടുത്താണ്. റഹ്മത്ത എന്നതാണ് ഇസ്മു ഇന്ന. അള്ളാഹുവിൻ്റെ കാരുണ്യം അത് മുലാഫു മുലാഫി ഇലൈഹിയാണ്. ഖരീബുൻ ഖബറു ഇന്ന. ഇന്ന ഹാദിഹി തദ്കിറ. തീർച്ചയായിട്ടും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന ഹാദിഹി എന്നുള്ളതാണ് ഇസ്മു ഇന്ന. ഹാദിഹി പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല, മൻസൂബാണ്. ഇസ്മു ഇന്ന മൻസൂബായിരിക്കും അല്ലേ, പക്ഷെ അത് കാണാൻ പറ്റൂല. കാരണം എന്താ? ഹാദിഹി എന്നുള്ളത് ഇസ്മുൽ ഇഷാറ എന്താണ്? മബനിയാണ്. മബനി ആയതുകൊണ്ട് മബനി. അപ്പോൾ ഹാദിഹി എന്നുള്ള ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി നസ്ബിൻ ഇസ്മു ഇന്ന തദ്കിറത്തുൻ ഖബറു ഇന്ന. ഓക്കെ, ഇന്നഹ കലിമത്തുൻ. തീർച്ചയായും ഇതൊരു പദമാകുന്നു. ഇവിടെ ഹായാണ് ഇസ്മു ഇന്ന, കലിമത്തുൻ ഖബറു ഇന്ന. ഇനി ഖുർആനിൽ വന്ന മറ്റൊരു വാക്കാണ് ഇന്നഹ ഷജറത്തുൻ. തീർച്ചയായും ഇതൊരു മരമാകുന്നു. ഹ ഇസ്മു ഇന്ന, ഷജറത്തുൻ ഖബറു ഇന്ന. അടുത്ത നോക്കി, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി. തീർച്ചയായും കപടവിശ്വാസികൾ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു ലോവസ്റ്റ് സ്റ്റേജിലാണ്. ദർക്ക എന്ന് പറഞ്ഞ സ്റ്റേജ്, അസ്ഫലി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിലാണ്. അവിടെ മുനാഫിഖീനയാണ് ഇസ്മു ഇന്ന. അവിടെ യാ കൊണ്ടാണ് നസ്ബ് ചെയ്തത്. കാരണം എന്താ? മുനാഫിഖൂന ജമു മുദക്കർ സാലിമാണ് അല്ലേ. വാവ് കൊണ്ടും നൂന് കൊണ്ടും, വാവും നൂനും ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബഹുവചനമാണ് മുനാഫിഖൂന. അത് നസ്ബ് ചെയ്യുന്നത് യാ കൊണ്ടാണ്. മുനാഫിഖീന ഇസ്മു ഇന്ന മൻസൂബുൻ. യാ കൊണ്ടാണ് നസ്ബ് ചെയ്തത്. ഫിദ്ദർഖി ജാറുൻ മജ്റൂറുൻ ശിബ്ഹു ജുംല. ഖബറു ഇന്ന അൽ അസ്ഫലി അദ്ദർക്കി എന്നതിൻ്റെ നഅത്താണ്. ഓക്കെ അല്ലേ? അത് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഒരെണ്ണം കൂടി ഇട്ടുതരാം. ഇതിൻ്റെ ഒരെണ്ണം കൂടിയും തരാം. ചെയ്ത് നോക്കുന്നവർക്ക് എത്ര കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നോ അത്ര കണ്ട് പഠിയും. അല്ലാത്തവർ കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കും. ഇപ്പോൾ എഴുതട്ടത് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം ഇന്നനീ മിനൽ മുസ്ലിമീന. അതിട്ടരാം. അതിന് ചെയ്തോളൂ കേട്ടോ. ഇനി ലെസൻ്റെ കുറച്ച് എടുത്തരാം, എന്നിട്ട് അവസാനിപ്പിക്കാം. പാഠത്തിൽ എവിടെ എത്തിയിട്ട് നമ്മൾ പാഠത്തിൽ ഇത് ഹോംവർക്കാണ് കേട്ടോ. ഇപ്പോൾ ഇടുന്നത് ഹോംവർക്ക്. പാഠം എവിടെ എത്തിയ നമ്മൾ? അഞ്ചാമത്തെ അല്ലേ? ശരി. അഞ്ചാമത്തേത് ഇഖ്റഇൽ അംസിലത്തൽ ആതിയത്ത. തുടർന്ന് വരുന്നത് നീ ചിന്തിക്കണം. അൽ മുദരിസു ജദീദുൻ. അധ്യാപകൻ പുതിയതാകുന്നു. അതെന്താ? അധ്യാപകൻ പുതിയത്. അൽ മുദരിസു മുബ്തദഅ മർഫൂഉൻ, ജദീദുൻ ഖബറുൻ മർഫൂഉൻ. ഖബറുൻ മർഫൂഉൻ. പിന്നെ അൽ മുദരിസു ജദീദുൻ. ഇന്നൽ മുദരിസ ജദീദുൻ. തീർച്ചയായും അധ്യാപകൻ പുതിയവനാകുന്നു. കണ്ടോ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അൽ മുദരിസ ഇസ്മു ഇന്ന മൻസൂബുൻ, ജദീദുൻ ഖബറു ഇന്ന മർഫൂഉൻ. ക്ലിയർ അല്ലേ? അത്
ഫാത്തിമത്തു തബീബത്തുൻ, ഫാത്തിമ ഒരു വിദ്യാർത്ഥിനി ആകുന്നു. അതിലേക്ക് ഇന്ന ചേരുമ്പോൾ ഇന്ന ഫാത്തിമത്ത ത്വബീബത്തുൻ, തീർച്ചയായും ഫാത്തിമ ഒരു വിദ്യാർത്ഥിനി ആകുന്നു. കണ്ടോ, ഇന്ന വന്നപ്പോൾ അർത്ഥം മാറി, തീർച്ചയായും എന്ന് ആ വാക്കിന് ഒരു ഊന്നൽ കിട്ടി. ഇന്നൽ ഫാത്തിമത്ത ത്വബീബത്തുൻ. പിന്നെ ഇസ്മു ഇന്ന മൻസൂബുൻ ഖബറു ഇന്ന മർഫൂനായി അല്ലേ. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ഇന്ന ഫാത്തിമത്ത ഇസ്മു ഇന്ന മൻസൂബുൻ ത്വബീബത്തുൻ ഖബറു ഇന്ന മർഫൂഉൻ. ഹാമിദുൻ മുതസവ്വിജുൻ, ഹാമിദ് വിവാഹിതനാണ്. മുതസവ്വിജുൻ എന്ന് പറഞ്ഞാൽ വിവാഹിതൻ. ഹാമിദ് വിവാഹിതൻ ആകുന്നു. അവിടെ ഒന്ന് തൗക്കീദ് ചെയ്ത് പറഞ്ഞേക്ക്, ഇന്ന ഹാമിദൻ മുതസവ്വിജുൻ, തീർച്ചയായും ഹാമിദ് വിവാഹിതൻ ആകുന്നു. ഇപ്പോൾ ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ഹാമിദൻ ഇസ്മു ഇന്ന മൻസൂബുൻ മുതസവ്വിജുൻ ഖബറു ഇന്ന മർഫൂഉൻ. അടുത്തതിലേക്ക് പോട്ടെ. ഇതൊക്കെ അല്ലേ, ആ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചത് തന്നെ. ഇന്നെ അദ്ഖിൽ, നീ പ്രവേശിപ്പിക്കണം. ഇന്നനെ പ്രവേശിപ്പിക്കണം. അല ജുമലിൽ ആത്തിയത്തി, എല്ലാ തുടർന്ന് വരുന്ന വാചകങ്ങളിൽ. വദുബിത് അവാഖിരിൽ കലിമാത്തി, ആ വാക്കുകളുടെ പദങ്ങളുടെ അവസാനത്തിൻ്റെ വ്യക്തമാക്കിക്കൊണ്ട്. അദ്ദർസു സഅബുൻ, പാഠം ബുദ്ധിമുട്ടാണ്. സഅബുൻ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കല്ലേ. സഅബുൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ലെസൺ ഈസ് ഡിഫിക്കൽട്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് ഏതാ? സഅബുൻ്റെ ഈസി. സഹലത്തുൻ കേട്ടാ. ഓക്കെ, അപ്പൊ ഒന്ന് ഒരാൾ പറഞ്ഞത് ഇന്ന ചേർത്തിട്ട് ഓരോരുത്തരായിട്ട് പറഞ്ഞേ. ഇന്ന ദർസ സഅബുൻ. അടുത്തത് അസ്സയ്യാറത്തു ജമീലത്തുൻ, കാറ് ഭംഗിയുള്ളതാണ്. മുബത്തദ ഖബർ. ഇന്ന ചേർത്തിട്ട് വേറൊരാൾ പറഞ്ഞേ. ഇന്ന സയ്യാറത്ത ജമീലത്തുൻ. മാഷാഅല്ലാഹ്, ഇന്ന സയ്യാറത്ത ജമീലത്തുൻ. ബറകല്ലാഹു ഫീക്. അടുത്തത് അൽ ഖുർആനു കിതാബുല്ലാഹി, ഖുർആൻ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഇന്ന ചേർത്ത അടുത്ത ആൾ പറഞ്ഞേ. തീർച്ചയായും ഖുർആൻ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഇന്നൽ ഖുർആന കിതാബുല്ലാഹി. മാഷാഅല്ലാഹ്, ഇന്നൽ ഖുർആന കിതാബുല്ലാഹി. കറക്റ്റ് ആണല്ലോ. അടുത്ത നോക്കിയേ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുല്ലാഹി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ്. ഇന്ന ചേർത്തിട്ട് ഒരാൾ പറഞ്ഞേ. ഇന്ന മുഹമ്മദൻ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും മുഹമ്മദ് അല്ലാഹുവിൻ്റെ റസൂലാണ്. ഈസി. ആമിനത്തു താലിബത്തുൻ, ആമിന ഒരു വിദ്യാർത്ഥിനിയാണ്. ഇന്ന ചേരുമ്പോ എങ്ങനെയാ? ഒരു മിസ്റ്റേക്ക് ആർക്കോ പറ്റിയിട്ടുണ്ട്. അലിഫ്ലാം ചേർക്കരുത് കേട്ടാ. ഇന്ന ആമിനത്ത താലിബത്തുൻ കേട്ടാ. ആരൊരാൾ അലിഫ്ലാം ചേർത്ത്. ഇന്നൽ എന്നില്ല. ഇന്ന ആമിനത്ത താലിബത്തുൻ. അല്ലുഗത്തുൽ അറബിയ്യത്തു സഹലത്തുൻ, അറബി ഭാഷ എളുപ്പമുള്ളതാണ്. ഇന്ന ചേർത്തേ. ഇന്നൽ ലുഗത്തൽ അറബിയ്യത സഹലത്തുൻ. ഇന്നൽ ലുഗത്തൽ അറബിയ്യത, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. ഇന്നൽ ലുഗത്തൽ അറബിയ്യത സഹലത്തുൻ. രണ്ട്. മറ്റേത് നാത്താണ്. അല്ലുഗത്തുൻ്റെ നാത്താണ് അറബിയ്യത്തു. അപ്പോൾ നാത്തു അതേ ഇറാബിടണേ. ഇന്നൽ ലുഗത്തൽ അറബിയ്യത സഹലത്തുൻ, തീർച്ചയായും അറബി ഭാഷ എളുപ്പമുള്ളതാണ്. അടുത്തത് ഹാദിഹി സഅത്തു ഗാലിയത്തുൻ, ഈ വാച്ച് ഉയർന്ന വില കൂടിയതാണ്. ദിസ് വാച്ച് ഈസ് എക്സ്പെൻസീവ്. ഇന്ന ഹാദിഹി ഇല്ല അവിടെ, അതിനെ കളയണ്ട. ഇന്ന ഹാദിഹി ഇന്ന ഹാദിഹി സഅത ഗാലിയത്തുൻ, കാരണം ബദൽ ആണ് അല്ലേ. അപ്പൊ ഇന്ന ഹാദിഹി സഅത മുബദൽ മിൻഹു അതേ റബ്. അപ്പൊ ഏതാ ഇസ്മു ഇന്ന? ഹാദിഹി ഇസ്മു ഇന്ന, സഅത ബദൽ, പിന്നെ ഗാലിയത്തു എന്നുള്ളത് ഖബറു ഇന്ന. കറക്റ്റ്. ബിലാലുൻ ഗബിയുൻ, ഗബിയുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗബിയുൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തത് എന്നൊക്കെ പറയട്ടാ. അങ്ങനെ ഒരു ബുദ്ധിയില്ല ബോധലാന്നൊക്കെ പറയില്ല, അങ്ങനെ. ഗബിയുൻ ഗബിയുൻ. ബിലാലുൻ ഗബിയുൻ. അവിടെ കൊടുത്തിട്ടുണ്ടോ അർത്ഥം? ഗബിയിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ടോ? എന്നിട്ടില്ല അല്ലേ.
റബിയു. കൊടുത്തിട്ടുണ്ട്. സ്റ്റുപ്പിഡ് എന്നർത്ഥം കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഒരു വിവരമില്ലാത്തവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ തന്നെ സ്റ്റുപ്പിഡ് എന്നാണ് കേട്ടോ. ബിലാലുൻ റബിയുൻ, തീർച്ചയായും ബിലാൽ റബിയാണെന്ന് എങ്ങനെ പറയാം? ഇന്ന ബിലാലൻ റബിയുൻ കറക്റ്റ് ആണ് കേട്ടോ. അൽ മുദീറു ഫിൽ ഫസ്ലി, മുദീർ ക്ലാസ് റൂമിലാകുന്നു, പ്രിൻസിപ്പൽ ക്ലാസ് മുറിയിലാകുന്നു. ഇന്ന ചേർത്ത് പറഞ്ഞേ. ഇന്നൽ മുദീറ ഫിൽ ഫസ്ലി, ഇന്ന തീർച്ചയായും ഫിൽ ഫസ്ലി, ഒരു മാറ്റമില്ല. അൽ മാഉ ബാരിദുൻ, വെള്ളം തണുത്തതാണ്. ഇന്നൽ മാഅ ബാരിദുൻ കറക്റ്റ് ആയിട്ടാ. ഇത് കൊടുത്ത സയ്യാറത്തു ജമീലത്തുൻ, മുബ്തദ ഖബർ എന്തായി? ഇന്ന സയ്യാറത്ത ജമീലത്തുൻ. അതിൻ്റെ പേര് മാറ്റി ഇസ്മു ഇന്ന ഖബറു ഇന്ന എന്നൊക്കെ ആക്കിയിട്ടാ. നെക്സ്റ്റ് എക്സസൈസ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടാ. ഈ അമ്മിട്ടിട്ടുള്ളതില്ലേ ക്വസ്റ്റ്യനിൽ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നത് ആരും നമ്മൾ പഠിച്ചതാണ്. അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചെയ്തിട്ട് വരാം കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അതേപോലെ ഒരു ഹോംവർക്ക് ഇട്ടുണ്ട്, അതും കൂടി ചെയ്തോളൂ കേട്ടോ. ജസാക്കുമുല്ലാഹ് ഖൈറൻ കത്തീറ. അസ്സലാമു അലൈക്കും. ഒരു ഇപ്പൊ ഒരു സെന്റൻസിൽ ഇത് ഇസ്മ ഇന്നയാണോ ഖബർ ഇന്നയാണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഇസ്മു ഇന്ന മൻസൂബ് നെസ്ബാണോ നോക്കും, അപ്പം നമുക്കറിയാം. അത് ഇപ്പോൾ നെസ്ബ് ആവുമല്ലോ, ഫതഹ നെസ്ബിൻ്റെ അടയാളം നമുക്കറിയാലോ. അല്ലെങ്കിൽ ചിലടത്ത് യാ ആണ്, അങ്ങനെ അതിൻ്റെ ഇതുണ്ട്, ഓരോ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കും. അതിന്റെ ശേഷം വരുന്നത് ഖബർ ആയിരിക്കും അല്ലേ? അങ്ങനെ ശേഷം വരുന്നത് ഉണ്ടാവില്ല. അത് ഞാൻ ഇന്നിട്ടിട്ടുണ്ടാ, അതിൽ നോക്കട്ടെ കേട്ടാ. ശേഷം വരുന്നത് എന്നായിരിക്കില്ല, ചിലപ്പോൾ ഖബർ മുന്നേ പിന്നൊക്കെ വരാറില്ലേ, അങ്ങനെയൊക്കെ വരും. അങ്ങനെ ഉണ്ട്. അപ്പോൾ നെസ്ബും റഫും നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക.